അരീക്കോട് SOG കമാൻഡോ ഓഫീസർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലെ 9:20 അദ്ദേഹം ശുചിമുറിയിൽ വെടിയേറ്റ് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. സ്വയം വെടിയേറ്റതാണ് എന്ന് കരുതുന്നു. പക്ഷേ ഇതിൽ സംശയമുണ്ട് എന്ന് സിദ്ദിഖ് MLA പറഞ്ഞു കഴിഞ്ഞു. ഒരു ജുഡീഷ്യൽ എൻക്വയറി ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നും അദ്ദേഹം പറയുന്നത് കേട്ടു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചില മെസ്സേജുകളിനകത്ത് കൂടെ പണിയെടുക്കുന്നവർ പണി തന്നു എന്ന് പറയുന്നുണ്ട്. ബന്ധുവിന് അയച്ച വാട്സാപ്പിൽ ഉദ്യോഗസ്ഥരുടെ പീഡനവും ഒരു കാരണമാണ് തൻ്റെ ആത്മഹത്യയ്ക്ക് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മൊബൈലിലുള്ള സന്ദേശങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മാനസികമായി വലിയ പിരിമുറുക്കത്തിലായിരുന്നു ഈ വിനീത് എന്ന 36 വയസ്സുകാരൻ. അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമ്പുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഈ SOG ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബോംബെയിലെ വെടിവെപ്പ് 2008 സംഭവം. അതിനുശേഷം കരയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും എയറിൽ കൂടെയൊക്കെയുള്ള അറ്റാക്ക് ആണ് നമ്മൾ ബോംബെ കണ്ടത്. അതുകൊണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പോലെ SPG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പോലെ ഒരു പ്രത്യേക കമാൻഡോ ഗ്രൂപ്പ് കേരളത്തിലുണ്ടാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. കരയിൽ കൂടെയുള്ള അക്രമത്തിലും വെള്ളത്തിൽ കൂടെയുള്ള അക്രമത്തിലും ആകാശമുള്ള അക്രമത്തിലും പ്രതിരോധിക്കാൻ പറ്റുന്ന പോലീസ് സംവിധാനം, അതിൽ കൂടുതൽ ആവശ്യമുള്ള സന്ദർഭം കേന്ദ്രത്തിൽ നിന്ന് സേനകൾ എത്തുമെങ്കിലും ഇമ്മീഡിയറ്റായിട്ട് ഇതേ രീതിയിൽ ട്രെയിനിങ് ഉള്ള ഒരു ഗ്രൂപ്പ് അതാത് സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കണം എന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. അതനുസരിച്ചാണ് ഇവിടെ 2013 ESO സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ SOG കമാൻഡോകൾക്ക് ട്രെയിനിങ് കൊടുത്തത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ത്രൂ ഔട്ട് ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവും. അവർ വനത്തിലും വെള്ളത്തിലും കരയിലും ഒക്കെ എക്സ്പെർട്ടുകളാണ്. അവർക്ക് ഓരോ ദിവസവും കൊടുക്കുന്ന ഷെഡ്യൂൾ വർക്കൗട്ടുണ്ട്, ഓട്ടം ചാട്ടം എല്ലാം ഉണ്ട് ഡെയിലി. അങ്ങനെയുള്ള ഇവർക്ക് ഇപ്പം മരണപ്പെട്ട വിനീതിന് ഓട്ടത്തിൽ അദ്ദേഹത്തിന് ആ സ്റ്റാൻഡേർഡ് ലെവലിൽ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടൊരു പണിഷ്മെൻറ്റ് പോലെ അദ്ദേഹത്തിന് ലീവ് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭവതിയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ലീവ് കൊടുത്തില്ല. അതുകൊണ്ട് നിരാശനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനവും ഇതിനകത്ത് പറയുന്നുണ്ട്. കേരളത്തിൽ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ, വനിതകൾ ഉൾപ്പെടെ ഉള്ളവരെ ആത്മഹത്യകളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സിവിൽ പോലീസ് ഓഫീസർ നിലവാരത്തിലല്ല, അതിന് മുകളിൽ സബ് ഇൻസ്പെക്ടർമാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും DYSമാരും ആത്മഹത്യ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്താണ് പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡിസിപ്ലിൻ്റെ കുറവായിട്ട് ചില പണിഷ്മെൻറ്റിന് വിധേയരാകുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവെ നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെയുള്ള SOG ഗ്രൂപ്പുകളും മറ്റും ലോ ആൻഡ് ഓർഡറിലുള്ളവർക്കൊക്കെ അവരെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പലർക്കും വീടുകളിലെ മാതാപിതാക്കളുണ്ട്, അവരെ സംരക്ഷിക്കണം. ചിലപ്പോൾ ഒരു മകനായിരിക്കും, ഇപ്പം മറ്റ് ഭാര്യ ഉണ്ടാവും, ഭാര്യ സുഖമില്ലാത്ത കുട്ടിയായിരിക്കും. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. ഇയാൾ വേറെ ഒരു സ്ഥലത്ത് ഡെയിലി വീട്ടിൽ നിന്ന് വന്നു പോകുന്ന ജോലിയല്ലല്ലോ അവർക്ക്. പലരും പല പോലീസ് സ്റ്റേഷനിലോ പല ക്യാമ്പുകളിൽ ഒരു ജില്ല വിട്ട് മറ്റ് ജില്ലകളിൽ കിടക്കുകയാണ്. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വന്നു പോകാം. അതൊക്കെ പണച്ചിലവുള്ള കാര്യങ്ങളുമാണ്. തൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ ശുശ്രൂഷ കൊടുക്കാനും ഭാര്യയ്ക്കും മക്കൾക്കുള്ള അസുഖ സമയത്ത് അവിടെ ഓടിയെത്താനും ഒന്നും കഴിയുന്നില്ല അവർക്ക്. മാനസികമായ സംഘർഷം തന്നെ, പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകുന്നു തുടർച്ചയായിട്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ നടപടി അതിശക്തമാണ്. ഏതായാലും മേലുദ്യോഗസ്ഥരും അതുപോലെ കീഴുദ്യോഗസ്ഥരുമൊക്കെ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരാഴ്ചയ്ക്ക് കഴിയുമ്പം എങ്കിലും 2 ദിവസത്തെ അവധി കൊടുക്കത്തക്ക രീതിയിൽ ഉണ്ടായ പകുതി പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ കണ്ടു, നല്ല മദ്യപാനിയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്. 22 ദിവസം തുടർച്ചയായി ഡ്യൂട്ടി ചെയ്തു അയാൾ.
അതിൻ്റെ കാഠിന്യം നമുക്കറിയാം. റെസ്റ്റില്ല, മെക്കാനിക്കൽ പോയി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഏതായാലും ആ ഓരോ ദിവസവും മദ്യപാനം കൂടിക്കൂടി വലിയ പ്രശ്നമുണ്ടായി, റോഡിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കി. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മൾ അത് ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല, ഇൻഡിസിപ്ലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയാമെങ്കിലും മനസ്സിനും ശരീരത്തിനും ആവശ്യമായ റെസ്റ്റുകൾ തീർച്ചയായിട്ടും കൊടുക്കണം പോലീസ്. അല്ലെങ്കിൽ അത് ജനറലായിട്ടൊരു ഓർഡറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാത് യൂണിറ്റിലെ മേലുദ്യോഗസ്ഥന്മാർ ഓരോരുത്തരെയും കുടുംബത്തിലെയും അവൻ്റെ പേഴ്സണലായ പശ്ചാത്തലം മനസ്സിലാക്കി മേലുദ്യോഗസ്ഥരുടെ സാങ്ഷൻ ഇല്ലാതെ തന്നെ ആ ഓഫീസർമാർ ലീവ് കൊടുക്കണം. ചില സമയത്ത് ആവശ്യമുള്ള ചില സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ ആ കമാൻഡർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡൻറ്റിനോ അല്ലെങ്കിൽ ACക്കോ കഴിഞ്ഞില്ല എന്ന് വരും. 30 പേരെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം 18 പേരെ 20 പേരായിരിക്കും കൊടുക്കുക. കാരണം ബാക്കിയുള്ളവർ എമർജൻസിക്ക് വീട്ടിൽ പോയിട്ടുണ്ടാവും. പക്ഷേ ആൾ കുറഞ്ഞാലും ശരി, എഫിഷ്യൻസി കൂട്ടുക, അവർക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുക്കുക, അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ആൾ കുറഞ്ഞാലും കാര്യക്ഷമത കൂടും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മാറി പോലീസ് ഉദ്യോഗസ്ഥർ, സീനിയർ ഉദ്യോഗസ്ഥർ ചിന്തിക്കണം. അത് DIG ലെവലിലെ ADGP ലെവലിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം SP-മാരുടെ ലെവലിലും DYSP-മാരുടെ ലെവലിലും സർക്കിൾ ഇൻസ്പെക്ടർ ലെവലിലാണ് ഇവരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് തൻ്റെ കീഴിലുള്ളവരെ അല്പസ്വല്പം സഫർ ചെയ്താലും ശരി അവരുടെ കുടുംബ പ്രശ്നത്തിൽ അവർക്ക് പോയി പങ്കെടുക്കാനും അതിനൊരു റിലീഫ് കിട്ടാനും ശാന്തമായ ഒരു മനസ്സുണ്ടാകാനും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൂട്ടണം. മാൻഡേറ്ററി ആയിട്ട് ഏതായാലും 7 ദിവസം ജോലി ചെയ്താൽ 2 ദിവസം ഒരു വെള്ളിയോ ശനിയോ അല്ലെങ്കിൽ ഇട ദിവസമോ എപ്പോഴായാലും ശരി അവർക്ക് ആവശ്യമായ റെസ്റ്റ് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആവശ്യമാണ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരും ഹോം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇനി സൂക്ഷിക്കണം. കാരണം ഒത്തിരി ആൾക്കാർ പോലീസിലുള്ളവർ തന്നെ കൈവിട്ട് പോവുകയാണ്. അവർക്ക് മാനസിക നിലവാരം അത് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. ആത്മഹത്യയിലേക്ക് പോകുന്ന കാഴ്ചകൾ അത് വനിതാ പോലീസുമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ആർദ്രമായ ഒരു സമീപനം, കുറച്ചുകൂടെ മാനസികമായി ദയ കാണിക്കുന്ന സമീപനം അവരുടെ ലീവ് കാര്യത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ TADA അത് തീർച്ചയായിട്ടും, കാരണം വീട്ടിൽ പോയ ദൂരെയുള്ളവർ വീട്ടിൽ പോയി വരുമ്പം തന്നെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ ചിലവാകും യാത്രയ്ക്ക്. അത് ഒഫീഷ്യലല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സാമ്പത്തിക പരാധീനം ഒത്തിരി വിളയുണ്ട്. അവർക്ക് മന്ത്ലി അവരുടെ വീട് വെക്കാനുള്ള പൈസ EMI അടയ്ക്കാൻ പറ്റുന്നില്ല, ലോൺ എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവർ പ്രൊവിഡൻറ്റ് ഫണ്ട് എമൗണ്ട് കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി അതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ മേലുദ്യോഗസ്ഥർക്ക് കഴിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മാനസികമായി അവരെ പീഡിപ്പിക്കാതെ അവരുടെ പണിഷ്മെൻ്റ് എല്ലാം കുറച്ച് അവർക്ക് റെസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ അവരെ വീട്ടിൽ പറഞ്ഞയക്കാൻ ഉള്ള ഒരു മനസ്സ് വേണം. അതിനുള്ള സൗകര്യപ്പെടുത്താൻ കാരണം ഇപ്പോഴത്തെ ഈ ആത്മഹത്യ ചെയ്ത വിനീതിൻ്റെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അത് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മൾ വായിച്ച് നോക്കിക്കഴിയുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരും തന്നോട് അത്ര കാരുണ്യം കാണിച്ചില്ല. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനമുണ്ട്. പൊതുവേ ചില ആൾക്കാർക്ക് ഇതുപോലുള്ള ഹെവി ഡ്യൂട്ടിയും കുടുംബ പ്രശ്നങ്ങളൊന്നും സഹിക്കാൻ കഴിയാത്തവർ പലരും പല രീതിയിലുള്ള ഹൃദയമുള്ളവരാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ റെസ്റ്റ്, അതുതന്നെയല്ല ആവശ്യമായ അവർക്ക് ഉറങ്ങാനും അവർക്ക് കായികമായുള്ള അധ്വാനം കൂടുന്തോറും അതിനുള്ള സൗകര്യങ്ങളും കൊടുക്കണം. അതുപോലെ തന്നെ മദ്യപാനം പോലീസിൽ വളരെയധികം ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് കുറച്ചു കൊണ്ടുവരാനുള്ള അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും അതിനുള്ള ക്ലാസ്സുകൾ നടത്താനും ഒക്കെ അത് കൂടെ അത് ഉണ്ടാകണം. കാരണം മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവരുടെ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളും സൃഷ്ടിക്കണം. പോലീസ് ഡോക്ടറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പെർട്ടുകളായ ഡോക്ടർമാരുടെ സർവീസ് ഓരോ ക്യാമ്പിൽ ലഭിക്കത്ത രീതിയിൽ മാനസികവും ശാരീരികമായി എന്ന് പറയും മെൻ്റലായിട്ട് അവർക്ക് ബലഹീനതയുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സൈക്യാട്രിയുടെയും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ ഒരു സാന്നിധ്യം
എല്ലാ പോലീസ് ക്യാമ്പുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാ മാസവും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്.